PV അൻവർ ഇപ്പോൾ മീഡിയ വണ്ണപ്പം ചേരുകയാണ്. പലപ്പോഴും ഈ പത്രസമ്മേളനം പറയാറുണ്ട് പിണറായിസത്തിനെതിരെ അക്ഷരത്തിൽ അങ്ങനെയാണോ ഇപ്പോൾ? അല്ല, അതാണല്ലോ പിണറായിസം തന്നെയാണ് ഇടതുപക്ഷത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഈ അവസ്ഥയിലേക്ക് എത്തും എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കേരളം ചർച്ച ചെയ്തപ്പെട്ട പ്രധാന വിഷയങ്ങൾ പിണറായിസവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ ഏറ്റവും ജനങ്ങളെ സമൂഹത്തെ മൊത്തം ബാധിച്ചിരുന്നത് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ ഒരു വർഗീയ ചായ്വാണ്. അത് വളരെ ഗൗരവത്തിലാണ് കേരളത്തിലെ ജനം നോക്കിക്കണ്ടത്. ഇത് വർഗീയതക്കെതിരേക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. തീർച്ചയായിട്ടും വർഗീയതക്കെതിരാണ് കേരളം. യാതൊരു തർക്കവും കാര്യത്തിലില്ല. കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കും, മഹാഭൂരിപക്ഷവും. പക്ഷേ അതിനെ മറികടക്കാൻ വർഗീയമായ ചേരിതിരിവിലൂടെ പിണറായി ഗവൺമെന്റ് ഈ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പല വിഷയങ്ങളും മറച്ചുവെക്കാൻ, കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങൾ മറച്ചുവെക്കാൻ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതൊരിക്കലും ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചതല്ല, പ്രത്യേകിച്ച് പിണറായിയെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന്. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു പ്ലസ്സായിട്ട് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് മതേതര സമൂഹവും കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ മതേതര നിലപാടായിരുന്നു. ആ നിലപാട് പൂർണ്ണമായും മാറിയെന്ന് മാത്രമല്ല, വർഗീയതയിലൂടെ ഇനി അധികാരം പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. അതുപോലെ തന്നെ തൊഴിലാളി വർഗം, നമുക്കറിയാലോ, കേരളത്തിലെ പാവപ്പെട്ട സഖാക്കൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് ഈ രണ്ട് പിണറായി ഗവൺമെന്റും അധികാരത്തിൽ വരുന്നത്. ആ തൊഴിലാളി വർഗത്തെ അദ്ദേഹം പരിപൂർണമായും തള്ളി. ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിൽ തൊഴിലാളികളോടൊപ്പം നിന്നില്ല. അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശാസമരം. ആശാസമരവുമായി ബന്ധപ്പെട്ട് ആശാ വർക്കേഴ്സ് 7,000 ചില്ലാനം രൂപ ശമ്പളത്തിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ഒരു 10,000 ആക്കിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് ഏകദേശം 7 മാസത്തോളം സമരം നടത്തിയത്. ആ സമരത്തെ പുച്ഛിച്ചു തള്ളി, അവരെ അവഹേളിച്ചു. ഒരു പരിഗണനയും അവർക്ക് നൽകിയില്ല. ഇത് കേരളത്തിലെ തൊഴിലാളി വർഗം, കേരളത്തിലെ പൊതുസമൂഹം വളരെ സീരിയസ് ആയിട്ട് കണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധത, പൂർണ്ണമായും മതേതര വിരുദ്ധത തുടങ്ങിയിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത നിലപാടിലൂടെ പോയി. അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങി. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരെയും അവിടെ വെട്ടിനിർത്തി. എളമരം കരീം അദ്ദേഹത്തെ കാണാൻ പോലുമില്ല. പിന്നീടുണ്ടായിരുന്നത് മോഹനൻ മാഷയാണ്. മോഹനൻ മാഷെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എളമരം കരീം സഖാവിനെ വെട്ടുന്നത്. പിന്നെ മോഹനൻ മാഷെ നാട് കടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് പ്രദീപ് കുമാറാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സെക്രട്ടറിയുടെ പേരും പറഞ്ഞൊരു പ്യൂണിന്റെ പോസ്റ്റും കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ കോഴിക്കോട് ജില്ലയിലെ മുഹമ്മദ് റിയാസിന്റെ തേരോട്ടം തന്നെയായിരുന്നു. മുസാഫിറിനെ പോലെയുള്ള ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ത്യാഗം ചെയ്ത മുഴുവൻ ആളുകളെയും വെട്ടിനിരത്തിക്കൊണ്ട് തന്റെ ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള പരിശ്രമം കോഴിക്കോട് നടത്തി. കോഴിക്കോട് ജനങ്ങളെ, സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഫിഷ് മാർക്കറ്റ്. ആ ഫിഷ് മാർക്കറ്റ് അവിടുന്ന് പൊളിച്ചു കളയാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പച്ചക്കറി മാർക്കറ്റ് അവിടുന്ന് പാളയത്തു നിന്ന് മാറ്റി വലിയ പ്രതിഷേധത്തിനിടയായി. അതുപോലെ തന്നെ നിരവധിയായ അഴിമതികൾ, ഫറൂഖ് പാലം ഉൾപ്പെടെയുള്ള, ഫറൂഖ് സ്റ്റീൽ ഫാക്ടറിയുടെ വിൽപ്പന ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ള റീൽസുകൾ നിർമ്മിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച കഥകൾ, ഇതെല്ലാം കോഴിക്കോടും ചർച്ചയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മലബാറിലുണ്ടായ തിരിച്ചടിന്റെ ഒരു പ്രധാന വിഷയം പിണറായിയുടെ ഈ നിലപാട് മാറ്റം, കുടുംബാധിപത്യവും നിലപാട് മാറ്റവും. അത് രണ്ടും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അതിശക്തമായ രീതിയിൽ മലബാറിൽ പ്രതിഫലിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 200 വോട്ടിനാണ് ഏകദേശം 5 സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 200 വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ കോർപ്പറേഷൻ ആര് ഭരിക്കുമായിരുന്നു? UDF നേരിട്ട് ഭരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ സീറ്റുകൾ മുഴുവൻ വെട്ടിമുറിച്ച് വാർഡുകൾ വെട്ടിത്തിരുത്തി. ഈ പറയുന്ന ചില വാർഡുകളിൽ 4,000 വോട്ട്, കുറ്റിച്ചിറ പോലെയുള്ള ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് 15,000 വോട്ട്, ഇങ്ങനെയൊക്കെ ഇവർ നടത്താവുന്ന എല്ലാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടും അവിടെ വന്ന റിസൾട്ട് കൂടി നോക്കണം. ജില്ലാ പഞ്ചായത്ത് അവിടെ UDF ഭരിക്കാൻ പോവുകയാണ്. മലപ്പുറത്ത് LDF എന്ന് പറയുന്നത് വാഷ് ഔട്ടായി.
അതാണ് മൊത്തത്തിലുള്ള കേരളത്തിന്റെ ഒരു ചിത്രം. അതായത് ഈ UDF-ന്റെ പാരമ്പര്യമുള്ള സീറ്റുകൾക്കപ്പുറം അല്ലെങ്കിൽ വോട്ടുകൾക്കപ്പുറമുള്ള വോട്ടുകൾ കൂടി വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും UDF-ന്റെ വോട്ടുകൾ മാത്രമല്ല, മതേതര സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, BJP അടക്കം ഈ വികസിത കേരളത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിണറായിയും പാർട്ടി സെക്രട്ടറിയും വാ തുറന്നാൽ ഇപ്പോഴും വർഗീയതയെ പറയുന്നത്. അപ്പോൾ BJP പോലും കൈവിട്ടു വർഗീയത. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവര് തുപ്പിക്കളഞ്ഞ എന്താ പറയാ ചവറെടുത്ത് ഭക്ഷിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും. അതിന്റെ ഒരു ശക്തമായ തിരിച്ചടി കൂടിയാണ് കേരളത്തിൽ സംഭവിച്ചത്. മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ, മലപ്പുറത്ത് എങ്ങും ഇല്ലാത്ത നിലം തൊടാത്തൊരു വിജയം UDF നേടി എന്നുള്ളതാണ്. അതിപ്പം ഈ വർഗീയത, ഇപ്പം വെള്ളാപ്പള്ളിയൊക്കെ മലപ്പുറത്ത് നടന്ന പരാമർശങ്ങളൊക്കെ അതൊക്കെ അതിനൊരു കാരണമായിട്ടുണ്ട്. അത് പ്രധാന കാരണമാണ്. വെള്ളാപ്പള്ളിയെ ആ സമുദായം തന്നെ തള്ളിയിട്ടുണ്ടല്ലോ. അദ്ദേഹം വോട്ട് ചെയ്യുന്ന വാർഡിൽ അദ്ദേഹം നിർത്തിയ LDF-ന്റെ സ്ഥാനാർത്ഥി തോറ്റോടെ UDF-ആണ് ജയിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടു നടന്ന് പൂമാല ചാർത്തി അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടിരുന്ന പിണറായി, പക്ഷെ കേരളത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന് വാദിക്കാൻ സാധിച്ചില്ല. ഇവിടെ അതിന്റെ ഏറ്റവും വലിയ തെളിവ് നിലമ്പൂരിലാണല്ലോ ആദ്യമെന്ന് പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അവിടെ 12,000 15,000 വോട്ട് കിട്ടിയിരുന്ന BJP-യുടെ സ്ഥാനാർത്ഥി 6,000 വോട്ടിലേക്ക് കൂപ്പുകുത്തി. അവിടെ നിന്നെങ്കിലും പാഠം പഠിക്കണ്ടേ? കാരണം എന്താണ്, മലബാറിലെയും മലപ്പുറത്തെയും കേരളത്തിലെയും ഹൈന്ദവ സമുദായം ഇത്തരത്തിലുള്ള തീവ്രമായ എന്താ പറയാ വർഗീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കില്ല. അതൊരു വസ്തുതയാണ്. പക്ഷേ പിണറായിയെ തിരുത്താൻ ആരുമില്ല. ആ പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല. ഞാൻ ഉയർത്തിയ പല വിഷയങ്ങളും ആ പാർട്ടിയുടെ ഇന്നർ സർക്കിളിൽ ചർച്ച വന്നെങ്കിലും പിന്നീട് അതൊക്കെ മൂടപ്പെട്ടു. ഏകാധിപത്യമാണോ? പരിപൂർണമായ കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഏകാധിപത്യമാണ് ഇപ്പൊ നടപ്പിലാക്കുന്നത്. ഇപ്പൊ എവിടെ എത്തി? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവസ്ഥ എന്തായി? ആരാണ് ഉത്തരവാദി? ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്ന ആളായി പിണറായിയെ ചരിത്രം പിന്നീട് ചർച്ച ചെയ്യപ്പെടും. ഇതൊരു സെമി ഫൈനൽ എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഫൈനലിലും ഇതേ ഒരു അവസ്ഥ തന്നെ. ഫൈനലിൽ ഇതിലേറെ ശക്തമായ അവസ്ഥ വരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം UDF, ആ ടീം UDF കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടല്ലേ? ഏതെല്ലാം നിലയിൽ UDF നേതാക്കന്മാരെ അതിനകത്ത് എന്താ പറയാ വിഭജനം നടത്താൻ ശ്രമം നടത്തി. നിരന്തരമായിട്ട് പ്രതിപക്ഷ നേതാവിനെ ഒറ്റയിട്ട് ആക്രമിച്ച് അദ്ദേഹത്തെ തകർക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു. ഈ ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ചൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് UDF ലീഡർഷിപ്പ് പോയത്. അതിൽ അഭിമാനകരമായ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു ഈ പ്രതിസന്ധികളിലൊക്കെ എന്ന് പറയാം. മലപ്പുറത്തെ സംബന്ധിച്ചും മലബാറിനെ സംബന്ധിച്ചും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ റോള് ചില്ലറയല്ല. മലപ്പുറത്തെ പഴയ അവസ്ഥയിലേക്ക് 30 കൊല്ലം മുമ്പുള്ള അവസ്ഥയിലേക്ക് മലപ്പുറം ജില്ലയെ മാറ്റാൻ സാധിച്ചത് ഈ പിണറായിയുടെ ഈ നിലപാടിനെതിരെ ശക്തമായ മുസ്ലിം ലീഗ് എടുത്ത UDF എടുത്ത നിലപാടാണ്. ഇതൊന്നും നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴും ഈ ടീം UDF-ൽ ഔദ്യോഗികമായി ഇനി എന്നാണ് PV അൻവർ വരുന്നത്? അല്ല, അത് UDF ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ന് വരുന്നു എന്നതല്ല പ്രശ്നം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരിപൂർണമായിട്ടുള്ള നിരുപാധിക പിന്തുണ UDF-ന് നൽകിയിട്ടുള്ളതാണ്. ആ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഉയർത്തിയ വിഷയങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹവും ന്യൂനപക്ഷ സമുദായവും കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. മലയോര വിഷയങ്ങൾ മലയോര ജനത നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഞങ്ങൾ ഉയർത്തിയ ഈ ഗവൺമെന്റിനെതിരെ ഉയർത്തിയ വിഷയങ്ങളുമായി പോവുകയാണ്. തൃണമൂലിന് സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേരളയിൽ UDF ആയിട്ടാണ് നമ്മൾ അവിടെ മത്സരിച്ചിരുന്നത്. കേരളത്തിൽ നമ്മൾ പരിപൂർണമായ പിന്തുണ UDF-ന് നൽകിയിട്ടുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ നമ്മൾക്ക് ഞാൻ പത്രസമ്മേളനം കണ്ണൂരിൽ നടത്തിയ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, ത്രിതല തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞതാണ്, പിണറായിസം അവസാനിക്കണം. ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ലാഭത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ നിലകൊള്ളുന്നത്. ഇവിടെ ഈ ഗവൺമെന്റിനെ, പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി UDF-നെ അധികാരത്തിലെത്തിക്കുക, അതിലൂടെ കേരളത്തിലെ മതേതര ജനാധിപത്യ സംവിധാനം നിലനിർത്തുക എന്ന ഒറ്റ ഉദ്ദേശം നമുക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചിട്ടും UDF-ന്റെ കൂടെ നമ്മൾ ഉറച്ചു. ഈ നിലമ്പൂർ നഗരസഭ പിടിച്ചു, ഒപ്പം മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും UDF ആണ്. അതിൽ അൻവറിന്റെ ഒരു
പങ്കെന്താണ്? അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലമ്പൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ മുക്തമായിരിക്കുമെന്ന് പറഞ്ഞു. 7 പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്, മുനിസിപ്പാലിറ്റിയും UDF ആണ് ഭരിക്കുന്നത്. അതും എല്ലായിടത്തും മൃഗീയമായ ഭൂരിപക്ഷമാണ്. ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. ഇതിലും നല്ല വിജയം ഇനി വരാൻ പോവുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ നമുക്കറിയാം, സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും അവരുടെ വ്യക്തിപരമായ ഇടപെടലൊക്കെ ഉണ്ട്. അതിനപ്പുറമായിരിക്കും ഒരു രാഷ്ട്രീയ തീരുമാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക. കണി കാണാനുണ്ടാവില്ല, ഉപ്പ് വെച്ച കലം പോലെയാകും. ഇപ്പോ പിണറായിക്ക് ഇനിയും അത് തിരുത്താൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അതിന് സമ്മതിക്കില്ല. ഒരാളും അതിൽ ഇടപെടില്ല. ഇടപെട്ട് സംസാരിച്ചിരുന്ന സഖാവ് P. ജയരാജനെ പോലെയുള്ള ആളുകൾ പൂർണ്ണമായും പാർട്ടിയുടെ ചർച്ചയ്ക്ക് പുറത്തായി. മരുമകനും അവരുടെ ആ സംഘവും, മാഫിയ സംഘവും ആണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ മാഫിയ സംഘം, ആ മാഫിയ സംഘത്തിന്റെ കരാളഹസ്തങ്ങളുടെ പിടിയിലാണ് സഖാവ് പിണറായി വിജയൻ. അതിന്റെ ദുരന്തമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം മൊത്തത്തിൽ ആലോചിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കുന്ന ഘട്ടമാണ്. ഈ പറയുന്ന പിണറായിയുടെ ഈ വർഗീയ നിലപാടിനോടൊപ്പം നിൽക്കണമോ, അതല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മതേതരത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം UDF-ലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും പലപ്പോഴും PV അൻവർ പറഞ്ഞതാണ് പിണറായിസത്തിനെതിരെയുള്ള തിരിച്ചടിയായിരിക്കുമെന്നും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതെന്നാണ് PV അൻവർ പറയുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനും അപ്പുറത്തേക്ക് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ പരാജയത്തിലേക്ക് പിണറായി വിജയനും CPM-ഉം പോകും എന്നുള്ള കാര്യം കൂടി PV അൻവർ പറഞ്ഞു വെക്കുകയാണ്. അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.